നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 20-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. മാത്രമല്ല ഉത്രട്ടാതി നക്ഷത്രമാണ്. നക്ഷത്രങ്ങളിൽ വളരെ ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന ഒന്നാണ് ഉത്രട്ടാതി. അപ്പോൾ ശുഭനക്ഷത്രം ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ശരിക്ക് സൂര്യൻ്റെ ദിവസം. സൂര്യൻ ദിവസങ്ങളിൽ വച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നക്ഷത്രദേവനാണ് സൂര്യൻ. പ്രപഞ്ചനാഥനാണ് സൂര്യൻ. സൂര്യനാണ് എല്ലാത്തിൻ്റെയും അധിപൻ. സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല. ജ്യോതിഷശാസ്ത്രവുമില്ല, പ്രപഞ്ചം തന്നെ നിലനിൽക്കത്തില്ല. ആ സൂര്യൻ്റെ ദിവസമാണിന്ന്. അപ്പോൾ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ അവധി ദിവസവുമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ശരിക്കും പറഞ്ഞാൽ അവധി ദിവസങ്ങളിൽ കുടുംബസമേതം നിൽക്കുന്ന ദിവസങ്ങളിലാണ് നമുക്ക് നല്ല ദിവസം വരേണ്ടത്. കാരണം ഓഫീസിലൊക്കെ പോയി ഒരാഴ്ചത്തെ ടെൻഷനൊക്കെ തീർത്ത് കുറച്ച് സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ ഇടവരുന്ന സമയമാണ് അവധി ദിവസം. ആ ദിവസം മോശപ്രദമാണെങ്കിലോ വീട്ടിൽ തന്നെ സ്വസ്ഥത കിട്ടാതെ വരും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ വഴക്കും പ്രശ്നങ്ങളും അസ്വസ്ഥതയും വർദ്ധിക്കും. അപ്പോൾ ഇന്ന് നല്ല ദിവസമായതുകൊണ്ട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥ, അതായത് മകരമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഭാഗ്യദായകമായ വർഷം തന്നെയാണ്. വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. കാരണം സാമ്പത്തിക പുരോഗതി, ജോലിയിൽ ഉയർച്ച, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുക, അതേപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിത്തത്തിന് നല്ല റിസൾട്ട് ലഭിക്കുക, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ സഫലീകരിക്കാനിട വരിക, ഇതിനൊക്കെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അനുകൂലപ്രദമായിട്ടുള്ള ദിവസം ബർത്ത്ഡേ വന്നിരിക്കുന്ന സ്ഥിതിക്ക് കഴിഞ്ഞ പീരീഡുകൾ അത്ര നല്ല സമയമല്ല ഉത്രട്ടാതിക്കാർക്ക്. എങ്കിൽ പോലും നമുക്ക് ബർത്ത്ഡേ വന്നിരിക്കുന്നതിനെ ആസ്പദമാക്കി നോക്കുമ്പോൾ പെട്ടെന്നുള്ള പുരോഗതി നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നറിയുക. അതേപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവരും രാഹുകാല സമയം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഇന്ന് ഞായറാഴ്ച നമ്മൾ കലണ്ടറിൽ സ്വാഭാവികമായി രേഖപ്പെടുത്തുന്നത് 4:30 മുതൽ 6 മണി വരെയാണ് രാവുകാലം എന്നാണ്. പക്ഷേ രാവുകാല സമയം 4:59 തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 4:30 എന്നുള്ളത് ഏകദേശം അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ. അത് 6:26 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാല സമയം നമുക്ക്, അതുകൊണ്ടാണ് രാവുകാലത്തിന് പറയുന്നത്. രാവുകാലം ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുകയും വല്ല ഫംഗ്ഷനോ മറ്റ് ബന്ധുവീടുകളിലോ ഔട്ടിങ്ങിനോ പർച്ചേസിനോ ഒക്കെ പോകുമ്പോൾ നമുക്ക് രാവുകാല സമയം നോക്കി ഇറങ്ങണം. ഒന്നുകിൽ 5 മണിക്ക് മുമ്പ് ഇറങ്ങണം, അല്ലെങ്കിൽ 6:24 26 ശേഷം ഇറങ്ങണം. രാവുകാല സമയത്ത് യാത്ര ചെയ്യുന്നത് രാഹു എന്ന് പറയുമ്പോൾ നമ്മളെ ചുറ്റിക്കും. ഇന്ന് നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഒരു കാര്യങ്ങൾക്കും കൊള്ളാത്ത 2 സമയങ്ങളുണ്ട്. യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 3:32 തൊട്ട് 4:59 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് ശരിക്ക് 12:38 തൊട്ട് 2:05 വരെയാണ്. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്.
ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:14 തൊട്ട് 1 മണി 2 മിനിറ്റ് വരെയാണ്. അഭിജിത്ത് മുഹൂർത്തത്തിന് ഉള്ള പ്രത്യേകത മറ്റ് എന്ത് ദോഷമുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ നമുക്ക് പോസിറ്റീവ് എനർജി കൂട്ടാൻ വേണ്ടി റെഡ് മിക്സായിട്ടുള്ളതോ താമരപ്പൂവിൻ്റെ കളറിലുള്ളതോ ചുടുകളിൻ്റെ കളറുള്ളതോ ഒക്കെ വയലറ്റ് കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണം നടത്തുന്നത് വളരെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാണ്. എല്ലാവർക്കും ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.